ദൈവത്തിന് സ്തോത്രം. കാക്ക വന്ന വഴി എന്ന ഈ എപ്പിസോഡിലൂടെ നിങ്ങളെയൊക്കെയും കാണുവാൻ, പരിചയപ്പെടുവാൻ, എൻ്റെ ഒരു സാക്ഷ്യം പറയുവാൻ ദൈവം തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് AK ബിനോയ് എന്നാണ്. ഞാൻ ഉത്തർപ്രദേശിൽ സഹാരൻപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ചില വർഷങ്ങളായി ഞാൻ അവിടെ അസംബ്ലീസ് ഓഫ് ഗോഡിനുള്ള ബന്ധത്തിൽ സഭയുടെ പ്രവർത്തനത്തിലായിരിക്കുന്നു. ഞാൻ, എൻ്റെ വൈഫ്, 2 കുഞ്ഞുങ്ങളുമായി ഞാൻ അവിടെ താമസമാക്കി ദൈവവേലയിലായിരിക്കുകയാണ്. കേരളത്തിൽ കട്ടപ്പന സ്വദേശിയായ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ രക്ഷിക്കപ്പെട്ട് പലവിധമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ എല്ലാ സാഹചര്യത്തെയും അതിജീവിക്കുന്ന ഒരു കർത്താവിനെ വിളിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നോർത്ത് ഇന്ത്യയിലേക്ക് അയക്കുവാനിടയായി. ഒന്നും കാണാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഞാൻ പലവിധമായ അത്ഭുതകരമായ, അതിശയകരമായ വഴികളിലൂടെ നടക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. പലപ്പോഴും പ്രതീക്ഷിക്കാത്തതും നമ്മൾ ചിന്തിക്കാത്തതും തന്ന് ദൈവം അനുഗ്രഹിച്ചു. വചനത്തിൽ പറയുന്ന പോലെ ഒരു ഹൃദയത്തിലും തോന്നാത്തത്, ഒരുത്തരുടെയും മനസ്സിലേക്ക് കടന്നു വരാത്തത്, അങ്ങനെയുള്ള അനുഗ്രഹത്തെ ദൈവം എനിക്ക് തന്നു. ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയാതെ കടന്നുപോയ എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കുവാൻ, നല്ല രീതിയിൽ പ്രസംഗിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഈ ചെറിയ ചിന്തയിൽ ഞാൻ എൻ്റെ ഒരു പ്രത്യേക സാക്ഷ്യം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സഹാരൻപൂരിൽ താമസിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സ്നേഹിതനായ പാസ്റ്റർ ബാംഗ്ലൂർ വരണമെന്ന് ആവശ്യപ്പെട്ട ഒരു മീറ്റിങ്ങിന് ഞാൻ വരാമെന്ന് വാക്കും കൊടുത്തു. എന്നാൽ അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് തുറന്നു പറയട്ടെ, ടിക്കറ്റ് എടുക്കുവാൻ പോലും സാമ്പത്തികമായി എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ഭാര്യയും സ്കൂളിൽ പഠിക്കുന്ന 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയുള്ള ചെലവിനുള്ള കാര്യങ്ങളും കൊടുത്തിട്ട് വേണം എനിക്ക് വരാൻ. ടിക്കറ്റ് എടുക്കണം, എനിക്കുള്ള ചെലവ് വേണം, തിരിച്ചു വരും വരെ എല്ലാ കാര്യങ്ങളും നടക്കണം. കയ്യിലൊന്നുമില്ലാതെ വിഷമിച്ച് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടി റൂമിനകത്ത് കയറി കുറച്ച് സമയം പ്രാർത്ഥിച്ചു. എൻ്റെ ഉള്ളിലൊരു ആശ്വാസം കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഒന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഉച്ച കഴിഞ്ഞ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് ഒരു അമ്മയും മകനും കടന്നു വരികയാണ്. ഞങ്ങള് ഒരു 2ാം നിലയിൽ വാടക താമസിക്കുന്ന സമയമാണ്. അവർ താഴെ ഗേറ്റിങ്ങിൽ വന്ന് കൊട്ടി. ഞാൻ ചെന്ന് ഗേറ്റ് തുറന്ന് അവർ കയറി വന്നു. അല്പം വർത്താനമൊക്കെ പറഞ്ഞു. എൻ്റെ ഭാര്യ ചായ ഉണ്ടാക്കി കൊടുത്ത് അവർ കുടിച്ചു. അതിനുശേഷം എന്നോട് പറഞ്ഞു, ഒരു പ്രത്യേക വിഷയം പറഞ്ഞു, പാസ്റ്ററെ, ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിന് നമുക്ക് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ദൈവം ഒരു പരിഹാരം തരും, ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു. അവർ പോകാനിറങ്ങി. ആ അമ്മ ആ മകൻ്റെ കയ്യിലേക്ക് ഒരു ലിഫാഫ എടുത്തു കൊടുത്തു. ആ മകൻ എൻ്റെ കയ്യിലേക്ക് ആ ലിഫാഫ തന്നു. ഞാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് ആ ലിഫാഫ മേടിച്ചിട്ട് പോക്കറ്റിൽ വെച്ചു. ഞാൻ ഇവരുടെ വീട്ടിൽ ഇതിനു മുമ്പും പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 50 രൂപയൊക്കെ എടുത്ത് തരും. ഇതിനു മുമ്പ് എനിക്ക് 1-2 പ്രാവശ്യം അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് കൂടുതലൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാനത് പോക്കറ്റ് വെച്ചു. ഇവർ പോകാനിറങ്ങി. ഞാൻ ഇവരെ താഴെ ഗേറ്റിങ്ങിൽ കൊണ്ടുപോയി വിട്ടു. ഗേറ്റ് അടച്ചിട്ട് തിരിച്ചു കയറി വന്നു. ഞാൻ ആ ലിഫാഫ എടുത്ത് 2ാമത് പ്രാർത്ഥിച്ചു, കർത്താവെ അനുഗ്രഹിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഈ ലിഫാഫ എടുത്ത് നേരെ എൻ്റെ ഭാര്യയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നത്തെ പച്ചക്കറിക്കുള്ള വകയായി, പേടിക്കണ്ട എന്ന് പറഞ്ഞു കൊടുത്തു. എൻ്റെ ഭാര്യ അത് മേടിച്ചിട്ട് എൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു തന്നു. എണ്ണി നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല. ഏതായാലും ഞാൻ ലിഫാഫ തുറന്ന് എണ്ണി നോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, ഏലിയാവിന് വേണ്ടി കാക്കയെ അയച്ച ദൈവം, അതിലും വലിയൊരു അത്ഭുതം ചെയ്ത ദൈവം എന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഞാനത് തുറന്നു നോക്കിയപ്പോൾ 5000 രൂപ ആ ലിഫാഫയ്ക്കകത്തുണ്ടായിരുന്നു.
50 രൂപയിൽ കൂടുതൽ തരാത്ത ഒരു ഫാമിലി എൻ്റെ വീട്ടിൽ കടന്നു വന്ന് അവരാ സമയത്ത് 5000 രൂപ അടങ്ങിയ ഒരു ലിഫാഫ എൻ്റെ കയ്യിലേക്ക് തന്നു. എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രീതിയായി. ഞാൻ ഒരു മിനിറ്റത്തേക്ക് ഒരു വല്ലാത്ത ഒരു ഫീലിംഗ്, ദൈവത്തിൻ്റെ ഒരു കരുതൽ, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, ദൈവത്തിൻ്റെ ഒരു കൃപ, ദൈവം നമ്മെ കരുതുന്ന വിധങ്ങൾ. ഏലിയാവിന് വേണ്ടി കാക്കയെ അയക്കാൻ ശക്തനായ ആ ദൈവം എനിക്ക് വേണ്ടി തക്ക സമയത്ത് തന്നെ എൻ്റെ വീട്ടിലേക്ക് ആ പ്രിയപ്പെട്ടവരെ അയക്കുവാനിടയായി. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ടിക്കറ്റ് എടുത്തു. ബാംഗ്ലൂരിന് വിളിച്ചു പറഞ്ഞു ഞാൻ വരികയാണ്. എൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. ചില വർഷങ്ങൾക്ക് മുന്നെയാണ് ഇത്. 5000 രൂപ എനിക്ക് വളരെ സഹായമായി. എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും അത് ഉതകി. എന്നെ കരുതുന്ന ഒരു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും കരുതുവാൻ അവർ പ്രാപ്തനാണ്. തക്ക സമയത്തിന് നമുക്ക് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവം. കാക്ക വരാൻ താമസിക്കുകയില്ല. ഏലിയ ഒരിക്കലും കാക്കയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. ആ കാക്ക തക്ക സമയത്ത് തന്നെ വരും. എനിക്ക് വേണ്ടി വന്ന ദൈവം, എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തെ സ്പർശിച്ച ഒരു അനുഭവമാണ്. ഇതുപോലെ പല അനുഭവങ്ങളുണ്ടെങ്കിലും ഈ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് 50 പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് 5000 തരുന്ന ദൈവം, നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി കരുതുന്ന ദൈവം, നമ്മൾ ഉദ്ദേശിക്കാത്ത ആൾക്കാരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മൾ ഒരിക്കലും കാക്ക ഭക്ഷണം കൊണ്ടുവന്ന് പ്രതീക്ഷിക്കത്തില്ല. ആ ദൈവം നമ്മൾക്ക് വേണ്ടി നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി നമുക്ക് വേണ്ടി ചെയ്യും. ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഈ സമയം അനുവദിച്ചു തന്ന ഈ എപ്പിസോഡിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.